just came home after watching the Odyssey. This I have to say this is the most straight film of Nolan's till date. That's what I feel like. There is no Inception or Interstellar kind of rocket science stuff. This is like very straight. This is actually adapted by the book Iliad. അത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ മഹാഭാരതം സ്റ്റോറിയൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഈ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കിഡ്നാപ്പിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒഡീസി എന്ന് പറയുന്നത്. ഹെലൻ ഓഫ് സ്പാർട്ടയെ കിഡ്നാപ്പ് ചെയ്ത് ഈ ട്രോയ് എന്ന് പറയുന്ന നാട്ടിൽ കൊണ്ടുപോയിട്ട് വയ്ക്കും, റെഫ്യൂജി ആയിട്ട് വെക്കുമ്പോൾ റെഫ്യൂജി അപ്പം അവളെ സ്വന്തം ഇഷ്ടത്തിന് പോയതാണെന്ന് പറയപ്പെടുന്നുണ്ട്, കിഡ്നാപ്പ് ചെയ്താണെന്ന് പറയപ്പെടുന്നുണ്ട്, പല പെർസെപ്ഷൻസ് ഇതിനകത്തുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഇവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഗ്രീക്ക് ആർമി ഒരാളെ സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് വിടുന്നതാണ് ഈ മൂവിയുടെ ഒരു സ്റ്റോറി. അപ്പൊ അങ്ങനെ വിടുമ്പോഴത്തേക്ക് ഗ്രീക്ക് ആർമിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒഡീസിയസ് എന്ന് പറയുന്ന ആളെ നിയമിക്കുകയും അവരെ ഒരു ആർമി ഓഫ് മെന്നായിട്ട് ഈ നാട്ടിലേക്ക് പോയി അവരെ അവിടെ നിന്ന് തിരിച്ച് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ അവർ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല. ജസ്റ്റ് പോയിട്ട് 2 ദിവസത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷെ പോകുമ്പോഴാണ് കാര്യങ്ങളുടെ തീവ്രത മനസ്സിലാവുന്നത്. ഐ തിങ്ക് അറൌണ്ട് 8 to 10 years അവർ അവിടെ സർവൈവ് ചെയ്യേണ്ട അവസ്ഥ വന്നു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഒരു വലിയ വാർ ഔട്ട് ബ്രേക്ക് ആയിട്ട് ആ വാറിന്റെ റിസൾട്ട് ആയിട്ടാണ് അവസാനം ഈ ഹെലൻ ഓഫ് സ്പാർട്ടയെ തിരിച്ച് കൊണ്ടുവരുന്നത്. അവരെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ഈ ഒഡീസിയും അവരുടെ മെൻ ഓഫ് ആർമിയും തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് എങ്ങനെ, അതിന്റെ ചാലഞ്ചസ് എന്തായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഈ മൂവി പറയുന്നത്. 20 years മുന്നേ 2006 ട്രോയ് എന്നൊരു സിനിമ ഉണ്ട്. അത് ആക്ച്വലി ക്രിസ്റ്റഫർ നോളൻ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ദർ ഈസ് ഓൾസോ എ ഗ്രേറ്റ് മൂവി ഇഫ് യു ഹാവ് വാച്ച്ഡ് ഇറ്റ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് സെയിം ഈ ഒഡീസിയുടെ സ്റ്റോറി തന്നെയാണ്, പക്ഷേ വേറെ തലത്തിലാണ്. അതിനകത്ത് കുറച്ചുകൂടെ വേറെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും മറ്റതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒഡീസീസിന്റെയും പുള്ളിയുടെ ഫാമിലി, പുള്ളിയുടെ ചുറ്റിപ്പറ്റി ആണ് കഥ പോകുന്നത്. ഇയാളാണ് മെയിൻ ക്യാരക്ടർ ഓഫ് ദ മൂവി. ഓപ്പൺ ഹൈമർ സിനിമയിൽ അതിനകത്ത് ആ സ്റ്റോറി നമുക്ക് സുപരിചിതമായിട്ടുള്ളത് വേറെ പല രീതിയിലാണ്. ദ വേ ഹി ടോൾഡ് ദ സ്റ്റോറി ഈസ് ഡിഫറെന്റ്. പക്ഷേ ആ ബോംബ് കാരണം, ആ ബോംബിങ് ചെയ്തതുകൊണ്ട്, ആ ബോംബ് ഉണ്ടാക്കിയ ആള് എത്രത്തോളം അതിൽ ട്രോമയിലൂടെ കടന്നുപോയി, അങ്ങനത്തെ ഒരു ഭയങ്കര നല്ലൊരു പെർസെപ്ഷൻ ആണ് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചത്. പിന്നെ US ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഓപ്പൺ ഹൈമറിലുള്ള. അതുപോലെ തന്നെ ഇതിൽ വരുമ്പോഴും ഇത്രയും വെൽ നോൺ ആയിട്ടുള്ള ഒരു വിജയത്തിന്റെ കഥ പറയുന്ന ഒരു സ്റ്റോറി, അവർ പോയി യുദ്ധം ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു സ്റ്റോറിയെ അതിനകത്ത് വേറൊരു പെർസെപ്ഷൻ ഇയാൾ കൊണ്ടുവന്ന് നോക്കി. ഈ യുദ്ധം നടന്നപ്പോൾ അവിടെ ഇവർ ഈ യുദ്ധം എങ്ങനെ ചെയ്തു, എത്ര അൺഎത്തിക്കലായിരുന്നു യുദ്ധം, ചെറിയ കിഡ്സിനെയും ഗേൾസിനെയൊക്കെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്തു, അവരെ പോലും ഒരു കൺസിഡറേഷൻ ചെയ്യാതെ എല്ലാവരെയും സ്ലോട്ടർ ചെയ്തത്, ഇതൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബേസിക്കലി ഈ മൂവി എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി പറയുന്നതുകൊണ്ട് ഒരിക്കലും സ്പോയിൽ ആവില്ല, ബിക്കോസ് ഇത് ഈസ് വെൽ നോൺ സ്റ്റോറി. ആൻഡ് ഓൾസോ ഈവൻ ഇഫ് യു നോ ദി സ്റ്റോറി ഓൾസോ ദിസ് ഈസ് നോട്ട് ഗോണ സ്പോയിൽ യു ഇൻ എനിവെയർ, ബിക്കോസ് ദിസ് ഈസ് എ നോളൻ മൂവി. ഐ ഡോണ്ട് ഡിസേർവ് ടു ടോക്ക് അബൌട്ട് നോളൻസ് മൂവീസ് ടെക്നിക്കൽ സൈഡ്. ഇഫ് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ സിനിമാറ്റോഗ്രാഫി ഓർ മ്യൂസിക്, ഐ വിൽ ലുക്ക് ഡം, ബിക്കോസ് ഇറ്റ് വിൽ ബി ടോപ്പ് ക്ലാസ്. ഫോർ മീ ഒരുപാട് സ്ഥലത്ത് ലാഗ് ഫീൽ ആയി, ഭയങ്കര ഇഴച്ചിൽ. ആദ്യത്തെ ഒരു 20 minutes സെറ്റിൽ ആവാൻ നല്ല ടൈം എടുത്തു. പിന്നെ ഒരു 1 hour അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷവും പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുറച്ച് നേരം ഒരു ലാഗ് ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയായിട്ട് കുറച്ച് മൂവി ഇഴയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഓവറോൾ ദ മൂവി ഈസ് എ ഗ്രേറ്റ് വാച്ച്. പിന്നെ ഈ മൂവി നല്ലൊരു തിയേറ്ററിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ വെരി പ്ലെയിൻ മൂവി വിച്ച് വി സോ ലൈക്ക് സ്പാർട്ടക്കസ് ഒക്കെ നമ്മൾ കണ്ട്, ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കണ്ട വാറും ആ ഒരു